കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദാധ്യാപകനും കൗൺസിലറുമായ റവറൻഡ് ഡോക്ടർ മാർസലൈൻ.J.Morais തൻ്റെ കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ, ജീവിതാനുഭവങ്ങൾ ഡാളസിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. സുദീർഘമായ ആത്മീയ പൈതൃകവും ശുശ്രൂഷ അനുഭവങ്ങളും ജീവിത ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പുതിയ കാഴ്ചപ്പാടുകൾ നാമുമായി അദ്ദേഹം പങ്കുവെക്കുകയാണ്. അപ്പം അതുപോലെ ഈ പുരോഹിത പാപങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ പൗരോഹിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ബ്രഹ്മചര്യ ഒക്കെ ചർച്ചയായി. പലരും ഇങ്ങനെ പറഞ്ഞ് പുരോഹിത വൈദിക വിവാഹം അനുവദിക്കണം. അത് വലിയ കത്തോലിക്ക സഭയ്ക്കകത്തും സാർവദേശീയ തലത്തിൽ പോലെ വലിയ ചർച്ചയായി. പുരോഹിതന്മാർക്കാനും അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അനുവദിക്കണം. അത് ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ഈ സെലിബസി, ബ്രഹ്മചര്യ എങ്ങനെയാണ് സഭയ്ക്കകത്ത് കടന്നു വന്നത്? പുരോഹിതരുടെ, വൈദികരുടെ, ശുശ്രൂഷകരുടെ ബ്രഹ്മചര്യയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ പരിസരം എന്താണ്, അതിൻ്റെ പിന്തുണ എന്താണ്? ഓക്കെ, ഇപ്പോൾ ഈ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. റോമൻ കത്തോലിക്ക സഭ പത്രോസിനെയാണ് ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് അവർ അവതരിപ്പിക്കുന്നത്. അങ്ങനെ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ തന്നെ വിവാഹിതനായിരുന്നു എന്നുള്ളതിന് ബൈബിളിൽ വളരെ വ്യക്തമായ തെളിവുണ്ട്. കർത്താവ് പത്രോസിൻ്റെ അമ്മയെ സൗഖ്യമാക്കി എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റിലൂടെ അവർ പൗലോസ് അപ്പോസ്തലൻ പിന്നെ പറയുന്നു, കേഫ തൻ്റെ ഭാര്യ സഹോദരിയുമായി ശുശ്രൂഷയ്ക്ക് നടക്കുന്നു എന്നുള്ള പോക്കാണ്. ഇങ്ങനെ പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പ വിവാഹിതനായിരുന്നു. അതുമാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് 12ാം നൂറ്റാണ്ട് വരെ റോമൻ കത്തോലിക്ക സഭയില് വിവാഹം കഴിച്ച പുരോഹിതരുണ്ടായിരുന്നു. ഇന്നും റോമൻ കത്തോലിക്ക സഭയില് വിവാഹം കഴിച്ച പുരോഹിതരുണ്ട്. അതായത് റോമൻ കത്തോലിക്ക സഭയ്ക്കകത്ത് 23 റീത്തുകളുണ്ട്, റൈറ്റ്സ്, ആരാധനക്രമങ്ങൾ. അതില് 98% റോമൻ കത്തോലിക്കരും ലത്തീൻ റീത്ത് ഉപയോഗിക്കുന്നവരാണ്. ബാക്കി 2% 22 റീത്തുകളായിട്ട് കിടക്കുന്നത്. ഈ 22 റീത്തുകളിൽ പെട്ട പലരും വിവാഹം കഴിക്കുന്നവരാണ് ഇന്നും റോമൻ കത്തോലിക്ക സഭയിൽ. അപ്പോ പിന്നെ ഈ ലാറ്റിൻ സഭയിൽ ഇത് വരാനുണ്ടായ മറ്റു കാരണങ്ങളുണ്ട്. നമുക്ക് ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ യൂറോപ്പിൽ നിലവിലിരുന്ന കാലത്ത് സമ്പത്ത് ഓരോരുത്തര് അതിനുള്ള പല കോണ്ടെക്സ്റ്റുണ്ട്. അതുകൊണ്ടാണ് 12ാം നൂറ്റാണ്ടിലാണ് ഇതിനെ നിരോധിച്ചത്. ഇങ്ങനെ പുരോഹിതന്മാർ വിവാഹം കഴിക്കണ്ട എന്ന് ഉള്ള നിരോധനം വന്നത്. അപ്പോൾ അതുകൊണ്ട് തിയോളജിക്കലായിട്ട് അപ്പോൾ വിവാഹം കഴിക്കുന്നത് പുരോഹിതന്മാർക്ക് നിഷേധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതിൻ്റെ ഇപ്പൊ അങ്ങനെ ആ ചോദ്യത്തിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കന്യാസ്ത്രീകളുടെ വിഷയം വരുവാനും അപ്പൊ സെലിബസി ആണല്ലോ. അതിന് ദൈവശാസ്ത്രപരമായിട്ട് കർത്താവ് തന്നെ മറുപടി പറയുന്നുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷം 19ാം അധ്യായത്തില് പരീക്ഷന്മാര് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് യേശുവിനോട് ഒന്ന് ചോദിക്കുന്നു, ഏതൊരു കാരണം ചൊല്ലിയും ഒരുവന് തന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ വകുപ്പുണ്ടോ? അപ്പൊ കർത്താവോട് പറയുന്ന മറുപടി, കർത്താവ് യെസ് ഓർ നോ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ കർത്താവ് യെസ് ഓർ നോയിലല്ല നിന്നത്. കർത്താവ് സൃഷ്ടിയുടെ ആരംഭം മുതൽ ആദിയിൽ പിതാവ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അവന്റെ പ്രായമായപ്പോൾ അപ്പനെയും അമ്മയും വിട്ട ഭാര്യയോട് പറ്റിച്ചേർന്ന് അവർ ഏകദേഹമായി തീരുമെന്നും യേശു കർത്താവ് പറഞ്ഞ, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപെടുത്തരുത്. ഒരു കാരണം ചൊല്ലിയും ഇപ്പൊ വ്യഭിചാരം ചൊല്ലി വേർപെടുത്താമോ? അതാണ് ഇപ്പൊ പലരും വേർപെടുത്തുന്ന. അതിപ്പം മാരേജും ഡിവോഴ്സുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാം. അതാണ് എൻ്റെ വിഷയം. എനിക്ക് അത് അല്ലെങ്കിൽ ഞാനിപ്പോൾ കിടക്കുന്നത്, അല്ലെങ്കിൽ നീണ്ടു പോകും നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ അവിടെ ഒരു കാരണം ചൊല്ലിയും അവിടെ പിന്നെ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ പിന്നെ പറഞ്ഞു, പിന്നെ മോശ അനുവദിച്ചല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് മോശ അത് അനുവദിച്ചത് ആരംഭത്തിലെ അങ്ങനെ അല്ലായിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഒരു മനുഷ്യനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള
അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, വിവാഹം പാടില്ല എന്നുള്ള ഒരു വിധത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് കർത്താവിനോട് അവർ ചോദിച്ചു. ഇപ്പൊ യേശു പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ മറ്റാർക്കും അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ തിയോളജിക്കൽ കൺസെപ്റ്റിലേക്ക് വരുന്നത്, സെലിബസിയുടെ. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, ജന്മനാൽ ഷണ്ണന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെ പ്രതി അവർ കാസ്ട്രേഷൻ നടത്തുന്നില്ല, അവര് ശാരീരികമായി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ സ്വർഗരാജ്യത്തെ പ്രതി അവര് വിവാഹ ജീവിതം സ്വയം വേണ്ട എന്ന് വെക്കുന്നു. അതിനും ഉള്ള തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ, കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കൊണ്ടുവരുമ്പോൾ ഇപ്പൊ യേശു പറഞ്ഞുകൊണ്ട് 3 തരം ക്ഷണത്വം: ജന്മനാൽ, മനുഷ്യരാൽ, സ്വയമായിട്ട്. ഇപ്പൊ സ്വയമായിട്ടുണ്ടാകുന്ന അത് അവിടെയാണ് ഈ സെലിബസിയും കന്യകയായിട്ട് നിൽക്കുന്നതും പിന്നെ പുരോഹിതന്മാർ സന്യാസ സ്വീകരിക്കുന്നതിനെ കുറിച്ച് വരുന്നത്. 1 കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിന്റെ അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ, 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാ പറയുന്നത്: നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. അപ്പോ വിവാഹം പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് നല്ലത്, ഏകനായി കർത്താവിന് വേണ്ടി നോക്കുക നല്ലത്. കാരണം വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വിഭാഗിച്ചു പോകും. എന്നാൽ വിവാഹം കഴിക്കാതെ ഒരുവൻ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നത് ഈ കൺസെപ്റ്റിലാണ് വരുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ആരും നിർബന്ധിച്ചിട്ടല്ല, ഞാൻ സ്വയമായി വിവാഹം കഴിക്കേണ്ട എന്ന് വയ്ക്കുന്നു. കാരണം എനിക്ക് പൂർണ്ണ സമയവും യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റെ സമയം നൽകുവാൻ വേണ്ടിയാണ് എന്നൊരുവൻ തീരുമാനമെടുത്താൽ ഓക്കെ, ദാറ്റ് ഈസ് എന്നുള്ളതാണ്. ഇനി കന്യാസ്ത്രീ, അത് പുരോഹിതന്മാർ അങ്ങനെ ഇരിക്കുന്നത് വെച്ചോ. സ്ത്രീകളെ കുറിച്ച് വരുമ്പോഴാണെങ്കിൽ 34-ാമത്തെ വാക്യം: അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിക്കാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും, ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കന്യാസ്ത്രീകള് പുരുഷന്മാരെ പോലെ അവരും തീരുമാനിക്കുന്നു, ഞാൻ വിവാഹം കഴിച്ചാൽ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും, മക്കളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരും എന്നുള്ള ചിന്താകുലം. അപ്പൊ ഈ ചിന്താകുലം നിങ്ങൾക്ക് വേണ്ട എന്നാണ്. കാരണം പൗലോസപ്പോസ്തലൻ എഴുതുന്ന കോണ്ടെക്സ്റ്റ് ഉണ്ട്, കർത്താവിന്റെ വരവെടുത്തു, ഇനി അധികം നാളെ നമുക്കില്ല. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പൗലോസപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അധികം ചിന്താകുലം പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഉപദേശം തരിക, നിങ്ങൾ എന്നെ പോലെ ആയിരിക്കുന്നതാണ് നല്ലത്. ഇനി വിവാഹം കഴിച്ചവനും കഴിക്കാത്തവനും പോലെ ജീവിക്കണം, വിവാഹം കഴിച്ചവരും കഴിക്കാത്തവർ പോലെ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ ഇനി അധികം ഞങ്ങളില്ല, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ആ തത്രപ്പാടില് നമുക്ക് ലോകത്തിൻ്റെതായ ഈ ചിന്തകളിലേക്ക് നിങ്ങൾ ഒഴുകിപ്പോകരുത്. അപ്പൊ ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ചിലർ സന്യാസ ജീവിതം നയിക്കാൻ തുടങ്ങിയത്, ചിലർ മണലാരുണ്യങ്ങളിലേക്ക് ലോകത്തിൽ മുമ്പ് തന്നെ വിട്ടുപോകും. ലോകത്തിലായാലും ടെംപ്റ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ട് അവർ ഡെസേർട്ടിലേക്ക് പോയി. ഡെസേർട്ട് ഫാദേഴ്സ് എന്നാണ് അവരെ വിളിച്ചത്. അവരാണ് പിന്നെ ഈ മങ്സ് ആയിട്ട്, സന്യാസികളായിട്ട്, സന്യാസ
ജീവിതം ആരംഭിക്കുന്നത് ഗുഹകളിലും മണലാരണ്യങ്ങളിലും വനങ്ങളിലുമൊക്കെ ആയിട്ട് അത് തുടങ്ങിയത് ആ നിലകളിലാണ്. അവിടെ വെച്ച് അങ്ങനെയാണ് സന്യാസ സഭകളും സന്യാസ രൂപങ്ങളും പിന്നെ അതിൻ്റെ പല രൂപത്തിലായിട്ടുള്ള ഇതൊക്കെ വന്നത്. കന്യാസ്ത്രീകളും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നത്. ഇതിൻ്റെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഒന്ന്, ഫാമിലി കുടുംബം ദൈവം സ്ഥാപിച്ചതാണ്. ഇത് വിശുദ്ധമായ ഒരു സ്ഥാപനമായി ഒരു സാമൂഹിക കൂട്ടായ്മയായിട്ട് ദൈവം കണ്ടുകൊണ്ട് ദൈവരാഷ്ട്രവും സഭയൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ചതാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്ന അഹരോൻ വിവാഹിതനായി. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപകനും നിയമദാതാവ് മോശ, യോശുവ ഇവരെല്ലാം കുടുംബസ്ഥരായിരുന്നു. അബ്രഹാം പിതാവ്, അപ്പോസ്തലന്മാരിൽ പലരും. അപ്പൊ ഇതെല്ലാം അങ്ങനൊരു കുടുംബ ജീവിതം വ്യവസ്ഥയിലൂടെയാണ് ബൈബിൾ കടന്നു വന്നത്. കുടുംബം മാന്യമായ ഒരവസ്ഥയാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല, അധ്യക്ഷ നിലകളെ കുറിച്ച് പറയുമ്പോൾ അധ്യക്ഷ ഭാര്യയുടെ ഭർത്താവാകണം എന്ന് പറയും, സ്വന്തം കുടുംബത്തെ ഭരിക്കുന്നവനാകണം എന്നൊക്കെയും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ബിഷപ്പിന്റെ, എൽഡറിന്റെ, അധ്യക്ഷന്റെ, പ്രസ്പിറ്ററിന്റെ കുടുംബ ഭാര്യയുള്ളവനായിരിക്കണം, മക്കളെ വളർത്തുന്നവനായിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം എന്നൊക്കെ അവരുടെ അധ്യക്ഷ നിലകളുടെ ഔദ്യോഗിക സ്ഥാനികളുടെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട്. അവിടെയാണ് ഒരു കോൺട്രാഡിക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട്. അവിടെ കോൺട്രാഡിക്ഷൻ ഇല്ല, അവർ വിവാഹം കഴിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ അവിടെ പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, സ്വന്തം കുടുംബത്തെ നോക്കാൻ പ്രാപ്തിയില്ലാത്തവൻ സഭയെ ഇങ്ങനെ നടത്തും. അപ്പോ പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ ഒരു കുടുംബം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ അവൻ ആദ്യം നിന്റെ കുടുംബം, പിന്നെ നിനക്ക് സഭ, ആ നിലയിൽ വരണം. പക്ഷെ അതുകൊണ്ട് കമ്പൽസറി എല്ലാവരും പിന്നെ വിവാഹിതരായിരിക്കണം എന്ന് ഇല്ല. കാരണം നമുക്കതിന് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തെളിവുണ്ട്. പൗലോസ് അപ്പോസ്തലൻ വിവാഹം കഴിച്ചോ കഴിച്ചില്ലയോ എന്നുള്ളതല്ല, ഏകനായിട്ടാണ് പ്രവർത്തനം. അതുപോലെ തന്നെ തിമോത്തിയോസ് പിന്നെ വിവാഹിതനല്ലായിരുന്നു. ചെറുപ്പക്കാരനായ തിമോത്തിയോസിനെ സഭാ ശുശ്രൂഷ ഏൽപ്പിച്ചു, പിന്നെ സഭയെ പഠിപ്പിക്കുക ഏൽപ്പിച്ചു. അങ്ങനെ വിവാഹം നിർബന്ധിതമല്ലായിരുന്നു, ശുശ്രൂഷയ്ക്ക് നിർബന്ധമല്ല. പക്ഷെ കുടുംബം ഉള്ളവൻ കുടുംബം നന്നായിട്ട് ഭരിക്കാൻ, ദൈവത്തോടൊപ്പം നടക്കുന്നതിനും ശുശ്രൂഷ ചെയ്യുന്നതിനും ഫാമിലി തടസ്സമല്ല. ദൈവത്തോടൊപ്പം നടന്നു. മാത്രമല്ല, മനുഷ്യനെ ആണും പെണ്ണുമായി വേറിട്ട് സൃഷ്ടിക്കുന്ന വിവരണം ബൈബിളിൽ തരുന്നതിന് മുമ്പേ ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആദ്യം അവയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സൃഷ്ടിച്ച വിവരത്തിന് മുമ്പേ തന്നെ ദൈവം പറഞ്ഞ ആദ്യത്തെ ബ്ലെസ്സിങ്, മനുഷ്യന്റെ മേലുള്ള ബ്ലെസ്സിങ്, ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് റീപ്ലനിഷ്. അടക്കി ഭരിക്കാൻ, ഈ ലോകത്തെ അടക്കി ഭരിക്കാൻ, അതിൽ നിറയാൻ, അതിനാണ് ദൈവം അനുഗ്രഹിച്ചത്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതൊരു പ്രധാന ബ്ലെസ്സിങ് ആണ്, ഇമ്പോർട്ടൻ്റ്. സ്വർഗത്തിലും ഭൂമിയിലും ദൈവസഭ നിറയുന്ന ആത്മാക്കളില്ലാതെ, ജനങ്ങളില്ലാതെ നടക്കില്ല. അത് ദാറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി. അത് പ്രത്യേക കോളിങ്ങിന്റെ ഭാഗമാണ്. തീർച്ചയായും. അപ്പോൾ തന്നെ വിവാഹം ഒരു ടീച്ചിങ്ങിലൂടെ, ഒരു പഠിപ്പിക്കലിലൂടെ, ഒരു ഉപദേശ രൂപേണ അനുവദിക്കാൻ പാടില്ല. അതിനെ സഭയെ വിലക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷാജിന്റെ തിമോത്തിയോസിന് എഴുതിയ ലേഖനം ഏൽപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭക്ഷണം, ചിലർ ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന കഴിക്കണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പലതും. പക്ഷെ അതെല്ലാം കർത്താവ് എടുത്ത് കളഞ്ഞു. കാരണം പിന്നെ തുപ്പട്ടി ഇറക്കി കാണിച്ചു കൊടുത്തു ഭക്ഷണത്തിന്റെ കാര്യത്തില്. അവര് വിവാഹം വിലക്കുന്നവൻ അത് പിശാചിന്റെ ഉപദേശമാണെന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. വിവാഹം വിലക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു വ്യൂളയിലൂടെ, ഒരു ടീച്ചിങ്ങിലൂടെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഉപദേശ രൂപേണ അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് സമർപ്പണമുണ്ട്. ആ നിലയിൽ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ സമർപ്പണം എടുക്കട്ടെ. ഇപ്പൊ തന്നെ ദി പെന്തക്കോസ്ത് മിഷന്റെ സ്ഥാപകൻ പാസ്റ്റർ പോൾ അദ്ദേഹം കുടുംബസ്ഥനായിരുന്നു. പക്ഷെ സഭയിലെ ശുശ്രൂഷകന്മാരോട് അത് ഉപദേശ രൂപേണ അത് കൊടുക്കുന്നത്. അത് പിന്നീട് അത് തെറ്റാ, അങ്ങനെ പാടില്ല. അങ്ങനെ ദൈവവചനം അടലിൽ നിന്നൊക്കെ നല്ലത് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്, അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയിപ്പോ ആരെങ്കിലും, ഇപ്പൊ ഞാൻ ഇപ്പൊ വിവാഹിതനാണ്, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല. അത് എന്റെ ടെസ്റ്റിമണിയിൽ നിന്നും എന്റെ ജീവിതം പിന്നെ അറിയുന്നവർക്ക് അറിയാം. കാരണം ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ട് ഇറങ്ങിയത് വന്നതുമല്ല. ഞാൻ വന്ന് പിന്നെ
വാസത്തിൽ വന്ന് 21 മാസങ്ങൾക്ക് ശേഷം ദൈവം ആലോചന തന്നിട്ട് ഞാൻ വിവാഹിതനായതാണ്. ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് എന്നോട് വ്യക്തമായിട്ട് ആലോചന തന്നു, അതിനുള്ള ദർശനങ്ങൾ തന്നു, അടയാളങ്ങൾ തന്നു ആ വിവാഹത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ആണ് ഞങ്ങൾ വിവാഹം നടന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അത് ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രം. എന്നാലും ഒരുവന് അവൻ സമർപ്പിച്ചു. അവൻ്റെ ചെറുപ്പത്തിൽ അറിയാമല്ലോ, 15, 16, 17 ഒക്കെ വയസ്സിൽ, മുമ്പൊക്കെ 8 വയസ്സ് മുതൽ സെമിനാരിലും മറ്റും പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വയസ്സ് കൂടി. എന്നാലും 16, 17 വയസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ പക്ഷെ 17 വയസ്സ് കഴിഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടാണ് പോയത്. അങ്ങനെയുള്ള ഒരു പിന്നീട് വളർന്ന ആ കോൺടസ്റ്റിൽ നിന്ന് സമർപ്പിച്ചു. അങ്ങനെ പോയി അച്ഛനുമായി കന്യാസ്ത്രീകളുമായി. അതിനുശേഷം അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിടിച്ചു നിന്നാൽ അവർ ദൈവനാമത്തിന് അപമാനമായി മാറും, അല്ലെങ്കിൽ അവരുടെ നിത്യതയ്ക്ക് തന്നെ അത് അപകടമായി തീരും എന്ന് വെച്ചാൽ പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ. അതിനാൽ ഈ ടെംപ്റ്റേഷൻ കാരണം ഞെരിപിരി കൊള്ളാതെ ബെറ്റർ യു ഗെറ്റ് മാരീഡ്. വിവാഹം കഴിക്കുന്നതിനൊക്കെ നല്ലത്. യെസ്, അങ്ങനെ അവൻ്റെ ഒരു സമർപ്പണം, അവൻ ദൈവത്തോടൊരു സമർപ്പണം ചെയ്തു, അങ്ങനെ പോയി. പക്ഷെ അവന് പിന്നീട് അതിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അങ്ങനെ കടുപ്പിടുത്തക്കാരനൊന്നുമല്ല. അവിടെ നീ എന്നോട് ഒരു അങ്ങനെ തീരുമാനം എടുത്താലേ അവിടെ ഇനി നിനക്ക് പോയി വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദൈവം അവനെ കുച്ചുവിലം കൊല്ലുവെന്നോ നരകത്തിലിടുവെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കന്യാസ്ത്രീകളായാലും അച്ഛന്മാരായാലും മെത്രാന്മാരായാലും അവർക്ക് അതിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിയാൽ അവര് വിവാഹം കഴിക്കാൻ നല്ലത്. കാത്തലിക് ചർച്ച് അനുവദിക്കുന്നുണ്ട്, ഡിസ്പെൻസേഷൻ കൊടുക്കും. അവർക്ക് ഡിസ്പെൻസേഷൻ കൊടുത്തിട്ട് അവർ വിവാഹം കഴിക്കുന്നുണ്ട്. ഈ അച്ഛൻ്റെ ഡോക്ടറൽ തിസീസ് റെക്കൺസിലിയേഷൻ, റിലേഷൻഷിപ്പ്, റെസ്റ്റോറേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെ എന്താണ് അതിൻ്റെ സോൾ, എന്താണ് അതിൻ്റെ ഒന്ന് രക്തചുരുക്കമാണ് പറയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിളി, എൻ്റെ കത്തോലിക്ക സഭയിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചത് തെരുവിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കാനാണ്. തെരുവിൽ സാക്ഷിയായി നിൽക്കുന്നത് ഒരുപറ്റം ജനത്തെ യോഹന്നാനെപ്പോലെ ഒരുക്കുന്നതിന് വേണ്ടിയാണ്, കർത്താവിൻ്റെ 2ാമത്തെ വരവിന്. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് എ റെസ്റ്റോറേഷൻ, റെക്കൺസിലിയേഷനിലൂടെ. കാരണം യോഹന്നാൻ വന്നത്, യോഹന്നാൻ്റെ അപ്പൻ വൃദ്ധനായിരുന്നു, സക്രിയ പുരോഹിതൻ, അമ്മ എലിസബത്ത് വൃദ്ധയായിരുന്നു. അവർക്കൊരു കുഞ്ഞുങ്ങളുണ്ടാകാത്ത കാലഘട്ടത്തിലാണ് ദൈവം തന്റെ ദൂതനെ അയച്ച്, ഗബ്രിയേൽ ദൂതനെ അയച്ച് സക്രിയാവിനോട് പറയുന്നു, നിന്നിൽ നിന്നൊരു പുരുഷൻ ഒരു പുത്രൻ ജനിക്കാൻ പോവുക. അവൻ വരുന്നത്, അവന്റെ ശുശ്രൂഷയെക്കുറിച്ച് അവൻ പറയുന്നത്, ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി അവൻ പുറപ്പെടും. അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനായിട്ട് ഒരുക്കാൻ, കർത്താവിന്റെ വരവനായിട്ട് ഒരുക്കാൻ. അപ്പോൾ അതാണ് എൻ്റെ വിളി. അപ്പോൾ എൻ്റെ വിളി കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുക. അപ്പോൾ ഇവിടെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണുന്നത് അപ്പന്മാരറിയാത്ത മക്കൾ, അപ്പന്മാര് ഭാര്യമാർക്ക് പോലും, പ്രത്യേകിച്ച് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ആരാണ് ഈ കുഞ്ഞിൻ്റെ അപ്പൻ എന്ന് പറയാൻ പോലും സാധിക്കാത്ത ഉള്ള അവസ്ഥകളുണ്ട്. അതുപോലുള്ള സെക്ഷുവൽ ഫ്രീഡം ഉള്ള ഒരു രാജ്യമായത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടിയോട് ഈ കുഞ്ഞിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ അപ്പൻ കുഞ്ഞിനെ ടേക്ക് ചെയ്യാനില്ല. ഈ മേ ബി അവൻ തന്നെ ഒരു ടീനേജറായിരിക്കും, ആ കൊച്ചിൻ്റെ അപ്പൻ. ഇവള് തന്നെ ഒരു ടീനേജറായിരിക്കും. അതുകൊണ്ട് അപ്പനില്ലാത്ത മക്കളായി, അപ്പന് കാണാത്ത മക്കളായി, അപ്പൻ്റെ ഹൃദയവും മക്കളുടെ ഹൃദയവും തമ്മിൽ അകന്ന് മാറി നിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ കഥാവിനോട് കൊണ്ടുവന്നിരിക്കുക ഇവിടെ ഇപ്പം. അപ്പോൾ ഇവിടെ റെസ്റ്റോറേഷൻ ഓഫ് റിലേഷൻഷിപ്പ്, ഫാമിലി റിലേഷൻഷിപ്പ് റെസ്റ്റോർ ഏത് തരത്തിൽ റെസ്റ്റോർ ചെയ്യും നമുക്കറിയില്ല, എനിക്കറിയില്ല. എന്നാൽ കർത്താവ് തന്നെ ഇടപെടണം. അപ്പോൾ കൗൺസിലിംഗ് ആണ് അതിനൊരു വിഷയം. ഇപ്പം ഞാൻ ഡോക്ടറേറ്റ് എടുത്തത് കൗൺസിലിംഗില്ല, എൻ്റെ കോൺസെൻട്രേഷൻ കൗൺസിലിംഗാണ്. അപ്പോൾ മാരേജ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ്. അപ്പോൾ അതിലേക്കുള്ള റിസർച്ചിനിടയിലാണ് ഈ വചനം എൻ്റെ കോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് എന്നെ ത്രസിപ്പിച്ചത്. അങ്ങനെ ഒരു മലാക്കി പ്രവചനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുക,
ഈ സംഹാരദണ്ഡനം കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരിലേക്കും തിരിക്കാൻ അത് ആ ശുശ്രൂഷ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കൗൺസിലിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി കിടക്കുന്ന കുടുംബങ്ങൾ, ഇന്ന് അനേക കുടുംബങ്ങളുടെ ഡിവോഴ്സ് ഇല്ലെങ്കിലും ചില ഡിവോഴ്സ് ചെയ്തിട്ടില്ല, പക്ഷെ കുടുംബങ്ങളിലെ ഡിവോഴ്സായിട്ടാണ് ജീവിക്കുന്നത്. ഇമോഷണൽ ഡിവോഴ്സ്. അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, അവർ തമ്മിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു, പക്ഷെ സംസാരമില്ല, സ്നേഹമില്ല, ഒരു ബന്ധമില്ല, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആത്മീയമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത നിലകളിൽ പോകുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ അവിടെ ഉള്ള റെസ്റ്റോറേഷൻ, അതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ഇപ്പം സഭ നേരിടുന്നത്, സഭ മാത്രമല്ല രാഷ്ട്രങ്ങളും സമൂഹവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടുംബമാണ്. വലിയ പ്രശ്നം. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ സ്റ്റേറ്റാണ്, 28 കുടുംബ കോടതിയാണ്, 14 പിന്നെ ജില്ലകളേ ഉള്ളൂ, ഡിസ്ട്രിക്റ്റേ ഉള്ളൂ. ഒരു ചെറിയ പോപ്പുലേഷനുള്ള ഒരു ചെറിയ സ്റ്റേറ്റ്. ഇപ്പം പത്തനംതിട്ടയിലെ തന്നെ പത്തനംതിട്ടയിലും തിരുവല്ലയിലും കുടുംബ കോടതിയുണ്ട്, ആലപ്പുഴയിലും പിന്നെ മാവേലിക്കരയിലും കുടുംബ കോടതിയുണ്ട്. അപ്പം ഇപ്പം അടൂരിൽ കുടുംബ കോടതി വരാൻ പോകുന്നു കേൾക്കുന്നു. അപ്പോൾ 29 ആവും. അപ്പം ഇതല്ലാതെ വനിതാ കമ്മീഷന് മുമ്പിൽ എത്തുന്ന കേസുകൾ വേറെ, കോടതി പോകാത്ത കേസ് വേറെ. കോടതി പോകാതെ ഈ പ്രശ്നം സഹിച്ച് ഈ പറയുന്ന പോലെ മനസ്സോടെ പിരിഞ്ഞ് ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ച് വീട്ടിൽ താമസിക്കുന്ന ഇതൊരു വലിയൊരു പ്രശ്നമാണ്. വർത്തമാനകാല സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഫാമിലി വിഷയമുണ്ട്. പ്രത്യേകിച്ച് ഈ സൈബർ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ വാട്സപ്പും സോഷ്യൽ മീഡിയ കൂടുതൽ ബന്ധങ്ങളിലേക്ക് പോകാനും പിന്നെ കൂടുതൽ ഫാമിലിയെ ഡാമേജ് വരുത്തിയിട്ടുണ്ട് ഈ സൈബർ ലോസ്. പിന്നെ അതുകൊണ്ട് കൂടുതൽ വിവാഹ മോചനങ്ങൾ ഒരുങ്ങുന്നു, പിന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, പിന്നെ അതുപോലെ തന്നെ സൈബർ സെക്സ്, അത് പിന്നെ സൈബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എങ്ങനെയാണ് സഭയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? സഭ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് സഭ ഒരു പ്രയോറിറ്റി ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ടോ? സഭ ഒരു ചലഞ്ചായിട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല, സഭ അങ്ങനെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നതിന് എനിക്കൊരു തോന്നിയിട്ടില്ല. മാത്രമല്ല, എൻ്റെ 1979 ഞാൻ കത്തോലിക്ക പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കുവാൻ എനിക്ക് ദൈവം അവസരമൊരുക്കി. അന്ന് ഞാൻ മീഡിയ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിച്ചിട്ട് ഞാൻ സഭകളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. നമുക്ക് മീഡിയ എഡ്യൂക്കേഷൻ ആവശ്യം. ഇപ്പോൾ ഇന്ന് നമുക്ക് കാണരുത് എന്ന് പറയാൻ പറ്റില്ല, ടി വി കാണരുത്, കേൾക്കരുത്, വായിക്കരുത് എന്നൊക്കെ പറയുന്ന കാലം പോയി. കാരണം കേൾക്കുകയും വേണ്ട, കാണുകയും വേണ്ട, നിന്റെ ചെവിയിലെത്തിക്കൊള്ളും, നിന്റെ കണ്ണിലെത്തിപ്പെടും. ഇത് കാരണം അതുപോലെ നമ്മുടെ കൈവശം ഇതെല്ലാം അഡ്വാൻസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഇനി പഠിപ്പിക്കേണ്ടത്. അതിനാണ് ഞാൻ മീഡിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കണം. എന്താണിത്, ഇതിനകത്ത് എന്താ ഉള്ളത്, എന്താ ആളുകൾക്ക് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ എല്ലാവരും ചെയ്യുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടർ കോമയിൽ 100% ഉദ്ദേശിച്ചല്ല, മെജോറിറ്റി എല്ലാവരും ചെയ്യുന്നു. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അറിയുന്നില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നെക്കുറിച്ച് എന്ന് വെച്ച് മൂടിപ്പൊതിഞ്ഞു വെച്ച കാര്യങ്ങൾ നടത്തുന്നു. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്ത് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സെക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ആൾക്ക് പോയി നാവ് കഴുകണം, അല്ലെങ്കിൽ അശുദ്ധമായി അതുപോലെ സെക്സ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കരുത് എന്നുള്ള മട്ടില്ല ആളുകളുടെ രീതി. അപ്പോൾ അതുകൊണ്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുതായിട്ട് അതൊക്കെ തുടങ്ങിയപ്പോൾ എന്തുമാത്രം അപരാധം എന്ന് പറഞ്ഞാൽ ആളുകൾ അതിനെ വിമർശിച്ചു എന്നെ. അന്ന് ഈ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കപട സദാചാരം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് എന്താ തലമുറകൾ വഷളായിക്കൊണ്ടിരിക്കുക. നമ്മൾ മാതാപിതാക്കളെ കുഞ്ഞുനാളിലെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട പലതും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇച്ചിച്ചി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. അവർക്ക് ഇപ്പോൾ ഇച്ചിച്ചി അല്ല, അത് ഇവിടെ അമേരിക്കയിലാണെങ്കിൽ ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് ലൈഫ്. അവർ പാപം എന്ന് പോലും പറയുന്നില്ല. ഇപ്പോൾ സെക്ഷുവൽ സിൻസിനെ അവർ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ, ഇവിടുത്തെ സമൂഹം, പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാര് അത് പാപമെന്ന് പോലും ആരും പറയില്ല. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ മാതാപിതാക്കൾ വേണം ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ.
അതെങ്ങനെ കൊടുക്കണം മാതാപിതാക്കൾക്ക് അറിയില്ല. അപ്പൊ മാതാപിതാക്കൾ ആര് പഠിപ്പിക്കും? പാസ്റ്റർമാർ പഠിപ്പിക്കണം അല്ലേ, അച്ഛന്മാർ പഠിപ്പിക്കണം. അച്ഛന്മാർക്ക് ഒരു കുറെ കൂടെ വിവരം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്, പാസ്റ്റർമാർക്ക് അതൊന്നുമില്ല. സോറി കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നില്ല. കാരണം എന്നെ സെമിനാരിയിൽ വെച്ച് ഞങ്ങളുടെ പ്രൊഫസർ, ഞാൻ ഈ പറയുന്നത് തന്നെ ബന്ധുക്കോസ്തർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കോണ്ടം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്ന മോറൽ തിയോളജി ക്ലാസ്സിലെ പ്രൊഫസർ എടുത്ത് കാണിച്ചത് ഇതാണ് കോണ്ടം എന്ന് പറയുന്നത്. ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഈ സാധനമാണ് ലൂപ്പ് എന്ന് പറയുന്നത്. എന്തിനെങ്ങനെയൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അത് പിന്നെ ഗർഭനിരോധന കാര്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയെ കുറിച്ച് കാത്തലിക് സഭ ഇതിനൊക്കെ എതിരായിരുന്നു. ഇപ്പോഴും എതിരായിരിക്കാം. ഈ എന്താണ് ആർട്ടിഫിഷ്യൽ ബർത്ത് കൺട്രോൾ ആൻഡ് അതിന് വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഇതൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് കത്തോലിക്ക സഭയില് ഈ കാര്യം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു വ്യക്തമായിട്ട് സെമിനാരിയില്. ഇവിടെ പാസ്റ്റർമാരുടെ മുമ്പിൽ നല്ല സഭയിൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ഞാൻ ഉച്ചരിച്ചാൽ അപ്പൊ പോയി ലൈംഗികത ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ വിശുദ്ധി പോയി, ആരാധനയുടെ മഹത്വം പോയി, ആരാധനയുടെ കോണ്ടെക്സ്റ്റ് പോയി, അതിന്റെ എന്താണ് പറയുന്നത് എല്ലാം പോയി. അതോടുകൂടി ആരാധന തീർന്നു, അതോടുകൂടി നമ്മുടെ വിശുദ്ധി തീർന്നു, അതോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള മട്ടില്ല. ഇപ്പൊ ആധുനികത പ്രസംഗിക്കുന്ന ചില പാസ്റ്റർമാരിൽ നിന്ന് പോലും ഞാൻ കേൾക്കുന്നത് അതൊന്നും പറയരുത്, സെക്സ് എന്ന വാക്ക് ഉപയോഗിക്കരുത്, എല്ലാം മൂടി വെച്ചോണ്ടുള്ള എല്ലാം മൂടി വെച്ചു. ഇത് പിന്നെ ആരാ പഠിപ്പിക്കുന്നേ? അവര് തെരുവിൽ നിന്ന് പഠിക്കും. തെരുവിൽ നിന്ന് പഠിക്കുമ്പോ ഭക്ഷണത്വമേ പഠിക്കുന്നുള്ളൂ. നമ്മൾ ലോകം വരെ പഠിപ്പിക്കും. ഇതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഭകളില് വ്യക്തമായിട്ട് എഡ്യൂക്കേഷൻ ഇതെല്ലാം കൊടുക്കണം. സ്കൂൾ പുസ്തകത്തിന്റെ സിലബസിന്റെ ഭാഗമാക്കണം. സൺഡേ സ്കൂൾ ഭാഗമാക്കണം. അപ്പൊ അങ്ങനാണെങ്കിൽ ഇപ്പൊ മീഡിയ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മീഡിയ ലിറ്ററസി, പിന്നെ വാല്യൂ എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ, അങ്ങനാണെങ്കിൽ ഇത് പാസ്റ്റർമാർക്കാണ് അതിന്റെ ഓറിയന്റേഷൻ. കറക്റ്റ്. സെമിനാരികളിൽ പഠിപ്പിക്കണവരെ, ബൈബിൾ കോളേജുകളിൽ ഇത് പഠിപ്പിക്കണം. ഇവരെ പിന്നെ പ്രീച്ചിങ്ങിന് പഠിപ്പിക്കുന്നതോടൊപ്പം, അവരെ സുവിശേഷം പറയാൻ പഠിപ്പിക്കുന്നതോടൊപ്പം, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്ക് വചനം പഠിപ്പിക്കുന്നതോടൊപ്പം ഈ വക കാര്യങ്ങളും പഠിപ്പിച്ചേ പറ്റൂ. ഈ ഡിഷൻ ടു മോഡേൺ ഇപ്പോഴത്തെ മാറിയ സാമൂഹിക ക്രമത്തിൽ ലോകം മാറി. നമുക്കറിയാം 90-ക്ക് ശേഷം ഗ്ലോബലൈസേഷൻ ലോകത്ത് മാറ്റം ഉണ്ടായി, ടെക്നോളജി വ്യത്യാസം ഉണ്ടായി, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യാസം ഉണ്ടായി. ഇപ്പം അറിവിന്റെ ലോകം, നോളജ്, ഒരു വിജ്ഞാന വിസ്ഫോടന കാലഘട്ടമാണ്. ഗൂഗിളിലെല്ലാം ഒരു ഭാഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഗൂഗിളിലേക്ക് പോയി പരതുന്ന ഒരു പുതിയ തലമുറയുടെ മുമ്പിലാണ് ഈ പ്രസംഗിക്കുന്നത്. അപ്പൊ നമുക്ക് 70-കളിലെയോ 65-കളിലെയോ ഹൈസ്കൂൾ പഠനം കൊണ്ട് സാധ്യമല്ല. അപ്പം കണ്ടംപററി റീഡിങ്, ബൈബിളിനെ സമകാലീനമായി വായിക്കാനും ഇന്നത്തെ കോൺടെക്സ്റ്റിൽ അത് അവതരിപ്പിക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഒരു ഓറിയന്റേഷൻ ശുശ്രൂഷകന്മാർക്ക് ഇല്ല. ശുശ്രൂഷകന്മാരുടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, അവിടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട്, പാസ്റ്ററൽ ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും അഭിപ്രായം ഉണ്ട്? തീർച്ചയായിട്ടും. അതായത് നമുക്ക് നമ്മൾ ജോലി ഈ ലോകത്തിലേക്ക് നോക്കുക, ഓഫീസുകളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്ക് നോക്കുക, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സ്റ്റാഫ് ഓറിയന്റേഷൻ അപ്ഡേഷനും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ദേവദാസന്മാർക്കും ദേവസ്വങ്ങൾക്കും ഇതുപോലെ 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ അവരെ വിളിച്ചിരുത്തി പുതിയ ഡെവലപ്മെന്റ്സ് അവർക്ക് പറഞ്ഞ് പഠിപ്പിക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ടേക്ക് എ ബ്രേക്ക്, എടുത്ത് കൊണ്ടുപോവുക അവരെ. പിന്നെ സഭകളില് പിന്നെ അവിടെ ഒരാഴ്ച സഭയിലെ കൂട്ടായ്മ നടന്നില്ലെന്ന് പറഞ്ഞാൽ സഭ മുഴുവൻ കഴിഞ്ഞ് പോകാൻ പോകുന്നില്ല. ദേവദാസന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ദേവദാസന്മാർക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ കൊടുത്തേ പറ്റും. കാരണം ഇനി നമുക്ക് അല്ലാതെ ഈ അടുത്ത തലമുറയിൽ നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട് വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ പഴയതുമായിട്ടൊക്കെ പോകാമെന്നല്ലാതല്ലേ പിന്നെ അതിന് ജെന്യുവിനായിട്ട് കാതലായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവില് അവരെ കൊണ്ടുവരാൻ. ഇവർക്ക് 70-കളില് 80-കളില് 65-കളിലൊക്കെ സോറി ടു സേ ഈ വാകത്താനും വടവാതൂരും പത്തനാപുരത്തും ഒക്കെ പഴയ കാലത്തെ ക്ലാസ്സുകളിൽ നിന്നുള്ളൊരു പഠനമാണ്. ആ ഒരു നോട്ട് കൈവച്ചുകൊണ്ടാണ് ഇവര് യുഗങ്ങള് സമാന കൂടാരം ഇങ്ങനെയുള്ള പഠിപ്പിക്കാരിയാണ്. അപ്പം ഈ ലോകം മാറുന്നു, സമൂഹം മാറുകയാണ്. ഇപ്പം
ഇപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തിൽ ഇവിടെ അങ്ങനെയാണല്ലോ. ഇന്ത്യയിലെ ഒരു പുതിയ പ്രവണത എന്ന് പറയുന്നത് നിയമങ്ങൾ മാറി മാറി വരും. 10 വർഷം മുമ്പുള്ള നിയമമല്ല, അതിനുള്ള നിയമമല്ല. ഇപ്പം തന്നെ 377 സ്വവർഗരീതിയുമായി ബന്ധപ്പെട്ട് അതൊരു വിവാഹേതര ലൈംഗിക 357 അത് റദ്ദാക്കി, മറ്റേ നിയമം റദ്ദാക്കി. പിന്നെ വുമൻസ് സ്റ്റാറ്റസ്, തുല്യാവകാശം, ഇക്വാലിറ്റി ബിഫോർ ലോ ആയി. ഇങ്ങനെ നിയമങ്ങൾ മാറുന്നു. അപ്പം നിയമങ്ങൾ മാറി മാറി വരുന്നത് പരിഷ്കരിക്കുന്നു, പുതിയ ചലനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു, സാമൂഹികമായ മാറ്റം ഉണ്ടാകുന്നു, പാരമ്പര്യ മൂല്യങ്ങൾക്കെതിരെ നവോത്ഥാന ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ദൈവശാസ്ത്രത്തെ വിശദീകരിക്കാനും നമ്മുടെ ഡോക്ടറിൻ അവതരിപ്പിക്കാനും പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തി പാസ്റ്റർമാർ എടുക്കുന്നില്ല. ഇവരങ്ങ് അസ്വസ്ഥപ്പെടുകയാണ്. ഇപ്പം നമുക്ക് വുമൺ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് വുമൺ സ്റ്റാറ്റസ് ഇൻ ദ ചർച്ച്, ന്യൂ ടെസ്റ്റമെന്റിൽ അല്ലെങ്കിൽ സഭയിൽ ഉള്ള സഹോദരിമാരുടെ സ്റ്റാറ്റസിനെ കുറിച്ച്, ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു നിയമ അവബോധം, നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കുറവാണ്. അത് ഈ കോണ്ടസ്റ്റലായി കാലികമായി മാറുന്ന സാമൂഹിക ക്രമങ്ങളെയും സിദ്ധാന്തങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും അനുസരിച്ച് ശുശ്രൂഷ പരുവപ്പെടുത്താൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ലീഡർഷിപ്പിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത്, അല്ലെങ്കിൽ സെമിനാരിയുടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇവിടെ നമ്മുടെ കരിക്കുലത്തിന് ഒരു മാറ്റം വരുത്തണം. നമ്മുടെ ബൈബിൾ കോളേജുകളിലെ കരിക്കുലത്തിന് മാറ്റം വരുത്തണം. പിന്നെ നമ്മുടെ ചേർച്ചുകളിലെ സ്റ്റഡി ക്ലാസ്സുകൾ, പിന്നെ ഈ റിവൈവൽ പ്രീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇളക്കപ്പെരുപ്പത്തിന്റെ കാലം, അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലായിട്ട് ഇപ്പോഴും പാൽകൊണ്ട് ഇടിച്ചുകൊണ്ട് കൃപാവരമുള്ളവർ പക്ഷെ ടീച്ചിങ്ങിന് മുൻതൂക്കം കൊടുത്തിട്ട് ഇതുപോലെ കാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ദൈവവചനം പഠിപ്പിക്കാൻ, ദൈവവചനം പ്രസംഗിക്കാൻ, ദൈവവചനം പഠിപ്പിക്കാനായിട്ട് നമ്മൾ അതിനുള്ള ട്രെയിനിങ് കൊടുത്താലല്ലേ ദേവസ്വന്മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ള ഓറിയന്റേഷൻസും ക്ലാസ്സുകളും അതിനുള്ള ഉദ്ദേശിക്കുന്ന അപ്പോളജിസ്റ്റുകളെ കുറിച്ചാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ആദിമസഭയിൽ അപ്പോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരാണ് ഉപദേശം സമർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പുതിയ എല്ലാ കാലഘട്ടങ്ങളിലുണ്ട്. ഇപ്പൊ യഹോവ സാക്ഷികൾ, വൺനെസ് പെന്റക്കോസ്റ്റൽസ്, ക്രിസ്റ്റാഡൽ ബെൽസ്, പിന്നെ തൃശ്ശൂർ കേന്ദ്രമാക്കി ഇമ്മാനുവേൽ എംബറർ എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ്, പിന്നെ പ്രത്യേകിച്ച് ഇസ്ലാം പിന്നെ സഹോദരങ്ങള്, അങ്ങനെ പുതിയ തരത്തിലുള്ള കൾട്ട് ഗ്രൂപ്പുകൾ, സെക്റ്റുകളെല്ലാം ക്രൈസ്തവ സഭയുടെ ഉപദേശങ്ങൾക്കെതിരെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാലഘട്ടമാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാനും ശരിയായ ഉപദേശം തെളിയിക്കാനും പറ്റുന്ന അപ്പോളജിസ്റ്റുകൾ കുറവാണ്. ഇപ്പം കൃപാവരപ്രാപ്തനായ ശുശ്രൂഷകന്മാർ അവരുടെ ഗിഫ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യട്ടെ. സഭ ഒരു കൃപാവര സമൂഹമാണ്. അപ്പോൾ തന്നെ അപ്പോളജിസ്റ്റുകളെ സഭ പിന്നെ പ്രോത്സാഹിപ്പിക്കും വേണം. ഇത് അവരെ പ്രതിരോധിക്കാൻ ആവശ്യമായ മിഷൻ സ്ട്രാറ്റജി അവർക്ക് അറിയത്തില്ല. അങ്ങനെ അവരെ പഠിപ്പിച്ചേ പറ്റൂ. അയക്കാതെ ആര് പോകും, പോകാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും എന്ന് പറയുന്ന പോലെ പഠിപ്പിക്കാതെ ആര് പഠിക്കും? പോകാതെ അങ്ങനെ. ഇപ്പൊ സെമിനാരികളിൽ ഇപ്പോ നിങ്ങൾ പഠിച്ചപ്പോഴും ഞാൻ പഠിച്ചപ്പോഴും ഒക്കെ പൊളിറ്റിക്സ് ഒന്നും പറഞ്ഞെങ്കിലും പക്ഷെ അപ്പോളജിസ്റ്റുകൾ കുറവാണ്. അവരെ ആക്കുന്ന രീതിയിലേക്ക് ട്രെയിനിങ് ഇല്ല. ക്ലാസ് കുറച്ച് തിയറി, ആദിമസഭയിലെ ഫസ്റ്റ് സെഞ്ചുറി കുറച്ച് അപ്പോളജിസ്റ്റുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോളിറ്റിക്സ് എന്ന് പറയുന്നല്ലാതെ വിഷയങ്ങൾ എടുത്ത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് അവരെ പഠിപ്പിച്ച് തർക്കശാസ്ത്രം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഡിഫൻഡർമാരായി എങ്ങനെ പോകണമെന്നും അവരെ പഠിപ്പിക്കുന്നില്ല. ഞാനിപ്പോ ജെയ്സിന്റെ കാര്യം ഞാൻ പറയട്ടെ. സെമിനാരിയിലായിരുന്നപ്പോ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ്, ബിക്കോസ് ചോദ്യം ചോദിക്കുന്നവരാണല്ലോ ബെസ്റ്റ് സ്റ്റുഡൻസ് ടീച്ചേഴ്സിന്റെ മുമ്പിൽ അല്ല. അപ്പോ സഭകൾ നേരെ തിരിച്ച, അല്ലെങ്കിൽ വഴികളിൽ നേരെ ചോദ്യം ചോദിക്കുന്നവരെ വഴക്കാളിയാ, പിന്തിരിപ്പക്കാരനാ, പിന്മാറ്റക്കാരനാ എന്നൊക്കെ ആളുകൾ ചിത്രീകരിച്ചെന്ന് വരാം. എന്നാൽ പിന്നെ ചോദ്യം ചോദിക്കുന്ന ആ ചോദ്യം ചോദിക്കുന്ന ആ കോണ്ടെക്സ്റ്റ് അതുപോലെ. പക്ഷെ അല്ലെങ്കിൽ ഞാൻ പറയാം, അപ്പോൾ യു ബിക്കം ആൻ അപ്പോളജിസ്റ്റ് ഇപ്പം. അപ്പോൾ അതിനെന്താ അതിന്റെ തുടക്കം? യു ഹാഡ് എ മൈൻഡ് ടു നോ മോർ ആൻഡ് മോർ, ആൻഡ്
കണ്ണുടച്ചെല്ലാം വിശ്വസിക്കുന്നതല്ല. വിശ്വാസം ഓഫ്കോഴ്സ് ഉള്ളത് ആ വിശ്വാസത്തിലേക്ക് എത്തുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഇവിടെ വെച്ചല്ല അല്ലാതെ പറഞ്ഞത്. ഇതിനു മുമ്പ് പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, യു ഷുഡ് ബി റെഡി. നിങ്ങളുടെ വിശ്വാസത്തെ പ്രതിപാദിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അതിനോട് ചോദ്യം ചെയ്യുന്നവരെ അവരോട് ഒരുങ്ങിയിരിക്കണം. ഇവിടെ ഡിബേറ്റ് അല്ല ഇവിടെ, പക്ഷെ സൗമ്യതയോട് നമ്മൾ പറയുന്നത് ഒരുങ്ങിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്ലജറ്റിസ്റ്റ് അല്ലായിരുന്നു, അപ്ലജറ്റിക് ആയിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളും ഞാനും അധികം പഠിച്ചില്ലായിരുന്നു. ബട്ട് യു ഹാഡ് എ മൈൻഡ്. അപ്പോൾ അങ്ങനെ അതിലേക്ക് വന്നു. ഇതുപോലെ ഇനി ആളുകൾ വരണം. ഞാൻ ഒന്ന് പറയാൻ വരുന്നത്, എനിക്ക് കൗൺസിലിംഗ് ആയിരുന്നു എനിക്കൊരു ഭ്രമം, എനിക്ക് ഒരു പാഷൻ, അതിനുള്ള കാരണമുണ്ട്. അപ്പോൾ ആ കൗൺസിലിംഗ് ഞാൻ പഠിപ്പിച്ചിരുന്നു പല കോളേജുകളിൽ. എന്നിട്ട് എൻ്റെ പല സ്റ്റുഡൻസും പിന്നീട് കൗൺസിലിംഗ് പഠിച്ചു. അവരിപ്പോൾ വളരെ നല്ല നിലകളിൽ പലയിടത്തും പിന്നെ കൗൺസിലേഴ്സ് ആയിട്ടുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, കൗൺസിലേഴ്സ് ആയിട്ട് പിന്നെ അവർ ശോഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ അപ്ലജറ്റിക്സിലും അനേകര് പിന്നെ മുമ്പോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഈ പണ്ടത്തെ നമ്മൾ ഞാൻ പറയുന്നു, നീ കണ്ണോട് വിശ്വസിക്കുക അങ്ങനെ പോകാം. ഇപ്പൊ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, പിന്നെ അവന് തപ്പി നോക്കി കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ വിശ്വാസം നമ്മൾ കാണാത്ത കാര്യങ്ങൾ നിശ്ചയവും ആ നിലയിൽ തന്നെയാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ രണ്ടും കൂടെ പിന്നെ വിശ്വാസത്താലുള്ള രക്ഷയും പ്രവൃത്തിയിലൂടെ അവിശ്വാസം പ്രകടമാക്കുന്നതിന് കുറച്ച് രണ്ടും കൂടെ ഒരുമിച്ച് പോകണം. ഒരു ബേർഡിന്റെ രണ്ട് വിങ്സ് പോലെയാണ്. അതുപോലെ നമ്മൾ മാത്രമല്ല, ഈ മുമ്പേ പറഞ്ഞ പോലെ വൈജ്ഞാനിക ലോകവും വിജ്ഞാനപരമായി വളർന്നിരിക്കുന്നു. വിവരം, വിമർശനം, വിജ്ഞാനം, ഇതെല്ലാം വൈജ്ഞാനികമായി ലോകവും വളർന്നു. വൈജ്ഞാനിക ലോകത്തിൽ ആളുകൾ ഇടപെട്ട് സംസാരിക്കുന്നു. നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. സിദ്ധാന്തങ്ങൾ തമ്മിൽ ശക്തമായി ഏറ്റുമുട്ടൽ നടക്കുന്നു. പിന്നെ നമ്മളറിയാതെ തന്നെ നമ്മുടെ സബ്ജക്റ്റുകൾ ചർച്ചയ്ക്ക് വെക്കുകയും ഡിബേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വിഷയമുണ്ട്. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, മാറി നിൽക്കാൻ പറ്റില്ല. നമ്മുടെ വിഷയം ചർച്ച ചെയ്യുക. നമ്മൾ ചെയ്യാതെ ക്രിസ്തു ദൈവമാണോ എന്നൊരു ചർച്ച ചെയ്യുക, ബൈബിള് ദൈവികമാണോ എന്നൊരു ചർച്ച ചെയ്യുക, പൗലോസിന് ശ്ലൈഹികതയുണ്ടോ എന്ന് ചർച്ചയ്ക്ക് വെക്കുകയാണ്. പൗലോസ് ജോനാൻ ലിറ്ററേച്ചർ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആധികാരികത ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പം ഇത് സഭയുടെ എതിരാളികൾ ഒരു വിഷയമായി വെച്ചുകൊണ്ട് ആ പ്രബന്ധം ചർച്ചയ്ക്ക് ചെയ്യപ്പെടുന്നത് നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അവിടെയാണ് അപ്പോളജിസ്റ്റുകളുടെ അനിവാര്യത, ആവശ്യകത. ഇത് ചർച്ച ലീഡർഷിപ്പിൽ ഇതുവരെയായിട്ട് മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാരണം നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളുടെ നാട്ടിലറിയാൻ യാതൊരു തരത്തിലുള്ള പിന്തുണ സഭയിൽ കിട്ടത്തില്ല. യാതൊരു ഡിനോമിനേഷൻ ലീഡർഷിപ്പിൽ യാതൊരു തരത്തിലുള്ള പിന്തുണ സംവാദം നടത്തുന്നവർക്ക് വിശ്വാസ സമർത്ഥനവുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ഇതാണ് പറയുന്നത്. ഇതിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ചെറുപ്പക്കാർ ഇതിന്റെ കെണിപ്പെടുന്നുണ്ട്. അപ്പൊ അവരെ ഏറ്റവും കുറഞ്ഞത് അവരെ ബോധ്യപ്പെടുത്താനാണ്. നമ്മുടെ മക്കളെ, നമ്മുടെ സഭയിലെ ചെറുപ്പക്കാരെ നമ്മുടെ വിശ്വാസം കൺവിൻസ് ചെയ്യേണ്ട, ബോധ്യപ്പെടുത്തുന്ന നമുക്കുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ്. അല്ലാതെ നമ്മൾ ഡിബേറ്റിന് വരുന്ന ആൾ മാനസാന്തരപ്പെടുക എന്നുള്ളതല്ല വിഷയം. അതാണ് നമുക്ക് അപ്പൊ എന്തായാലും ഈ വിഷയങ്ങൾ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. മീഡിയയുടെ കാര്യം പറഞ്ഞു, ഈ പിന്നെ അപ്പോളജറ്റിക്സിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം പിന്നെ ദൈവവചനം, ഇതെല്ലാം പഠിപ്പിക്കുന്നവരോട് ഇപ്പൊ കരിക്കുലത്തില് പിന്നെ സെമിനാറുകളില്, ബൈബിൾ കോളേജുകളിലെ പഠനങ്ങളിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം. അത് സബ്ജക്റ്റായിട്ട് തന്നെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ സഭകളിലെ ഈ വിഷയങ്ങൾ പഠിപ്പിക്കണം. പിന്നെ ഇപ്പൊ സഭാ ആരാധനയുടെ പരിഷ്കരിക്കണം. പിന്നെ അവർ സഭയുടെ ആരാധന സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞ് ഡിസ്ട്രാക്ഷൻ വരുത്തരുത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ആരാധന സമയത്ത് വേണ്ട, ആരാധന സമയത്ത് ആരാധിക്കാം. എന്നാൽ സ്റ്റഡി ക്ലാസ്സുകൾ അതുപോലെ നമ്മൾ മറ്റു സമയങ്ങളിൽ അറേഞ്ച് ചെയ്യണം. സൺഡേയിലാണ് വർഷം വെച്ചിരിക്കുന്നത്. ആരാധിക്കാൻ ആള് വേണ്ടേ?
കുറച്ചാൾ കഴിയുമ്പോൾ ആരാധിക്കാൻ ഈ പ്രൊഫസർ എം എൻ വിജയൻ മാഷ് പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതാ നിങ്ങൾ ഫാരിസ് അബൂബക്കറിന്റെ കാശ് വാങ്ങിച്ച് ലിസ്റ്റാക്കയുടെ കാശ് വാങ്ങിച്ച് നിങ്ങൾ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ച് നിങ്ങൾ പാർക്കുകൾ പണിയുമ്പോൾ നിങ്ങൾ വലിയ കോർപ്പറേറ്റുകളായി മാറുമ്പോൾ നാളെ പാർട്ടി കാണും, അന്നത്തെ ആള് കാണത്തില്ലെന്ന് പ്രൊഫസർ എം എൻ വിജയ മാഷ് പറഞ്ഞ പോലെ നമ്മളിതെല്ലാം ചെയ്യും. അവസാനം ആരാധിക്കാൻ കാണത്തില്ല, പള്ളി വിൽക്കുക. സ്പർജന്റെ നാട്ടിൽ പള്ളി വിൽപ്പനയ്ക്ക് വെക്കുകയല്ലേ. യൂറോപ്പിൽ എന്താ സംഭവിക്കുന്നത്? യൂറോപ്പിൽ ആഗമനം എന്താണ് സംഭവിക്കുന്നത്? പോസ്റ്റ് ക്രിസ്ത്യൻ എറാന്നാ പറയുന്നത്. ആ രീതിയിൽ ക്രിസ്ത്യാനിറ്റിക്ക് ശേഷമുള്ള കാലഘട്ടമായി മാറി കഴിഞ്ഞത്. ആരാധന എന്ന് നമ്മൾ പറഞ്ഞ് ഇപ്പം പള്ളിയിൽ നാളെ വരെ അടുത്ത ജനറേഷൻ ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന വിശ്വാസ സംഹിത ഒരു തലമുറയെ ബോധ്യപ്പെടുത്തണം, ശരിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അത് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രയോഗം കൊണ്ടും നമ്മുടെ തിയറട്ടിക്കലായിട്ടും. വേറെ ഒരു ശോചനീയമായ അവസ്ഥ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവിടുത്തെ കോണ്ടക്സ്റ്റിൽ വെച്ചാണെങ്കിലും നാട്ടിൽ അങ്ങനെ ആയിരിക്കാം, ചെറുപ്പക്കാർക്ക് വേണ്ടുന്ന ഊന്നല് ചെറുപ്പക്കാരുടെ അവരെ വേണ്ട വിധത്തിൽ ടേക്ക് കെയർ ചെയ്യുന്നില്ല സഭ. അതാണ് ഒരു പ്രശ്നം. കാരണം പ്രായമുള്ളവര് അവര് പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് കുറെ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് കുറെ പാട്ടുണ്ട്, ഞങ്ങൾക്ക് അതുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, സോറി ഞാൻ ആക്ഷൻ കാണിക്കുന്നത് പിന്നെ ഒന്നിനെ നിന്ദിച്ചിട്ടുള്ള അല്ല, നമുക്ക് അവഹേളിക്കല്ല, കൈയടിക്കണം, ആരാധിക്കണം, സന്തോഷിക്കണം, ഉദയത്തിൽ നിറയണം, ആത്മാവിൽ നിറയണം, ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മക്കളെ, നമ്മുടെ ചെറുപ്പക്കാരെ അവരുടെ അഭിരുചി അറിഞ്ഞിട്ട് അവരുടെ കാരണം അവർ ഭൗതികമായി നമ്മളെക്കാളും ഹൈ ലെവലിലാണ്. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം കൂടിയാണല്ലോ യുവജനത്തിൽ പറയുന്നത്. യുവജനം പറയുന്നത് യെസ്. അതുകൊണ്ട് അവരെ പഠിപ്പിക്കണമെങ്കിൽ അവരെ നമുക്ക് കിട്ടണം. അവർക്ക് കിട്ടണമെങ്കിൽ അതേ ഒരു സ്റ്റാറ്റസിൽ വന്നേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞങ്ങൾ പ്രായമായ കുറെ ആൾക്കാരാണ്. ഞങ്ങൾ പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇവിടുത്തെ കോണ്ടക്സ്റ്റിൽ ഞാൻ പറയുക, എനിക്ക് നമ്മൾ പ്രായമുണ്ട്, ഞാനിവിടെ ഉള്ളവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാർ സംസാരിക്കുന്ന അവർക്ക് താല്പര്യം, പ്രായമുള്ളവർ സംസാരിച്ചാൽ അവരത്ര അവരെ ഉൾക്കൊള്ളില്ല. സോ അതുകൊണ്ട് ഇപ്പൊ ചെറുപ്പക്കാരെ നമ്മൾ എക്വിപ്പ് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം. പ്രായമുള്ളവരുടെ വിസ്ഡവും അറിവും അതും ഒക്കെ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ട്രെയിൻ ചെയ്തെടുക്കുക, അവര് ഫ്രണ്ട് നടത്തുക. ചെറുപ്പക്കാർ തന്നെ ഇടപെടത്തക്ക നിലയിൽ അവരെ കാര്യങ്ങൾ കൊണ്ടുവരിക. അതിനുവേണ്ടി ചെറുപ്പക്കാർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. അപ്പോൾ പ്രായമുള്ളവര് ഞങ്ങൾക്ക് ആരാധന കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കും. ഇവിടെ ഇപ്പൊ അതാ മലയാളി ചേച്ചികളിൽ നടക്കുന്നത്. അവിടെ അവരുടെ കൈയടിയും പാട്ടും പിന്നെ പണ്ടത്തെ ആരാധന അത് തുടരണം, അതുപോലെ തുടരണം. ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ചെറുപ്പക്കാരെ കുറിച്ചൊരു കൺസേൺ ഇല്ല, പ്രയോറിറ്റി ആണ് പറയുന്നത്. യൂത്ത് ഓറിയന്റഡ് ആകണം. ഈ കഴിഞ്ഞ ദിവസം തന്നെ എന്റെ സഭയിലെ കാര്യമില്ല, പാണ്ടനാട്ടിന്റെ ഒരു സംഭവം. കഴിഞ്ഞ രംഗാഴ്ച യൂത്ത് മീറ്റിംഗ് നടക്കേണ്ട ദിവസമാണ്. യൂത്ത് മീറ്റിംഗ് നടക്കേണ്ട ദിവസം സാക്ഷ്യം എല്ലാവരും പറഞ്ഞു നീട്ടി യൂത്ത് മീറ്റിംഗ് നടന്നില്ല. വൈഫ് ഞങ്ങൾ ഫോൺ ചെയ്ത് വലിയ ദുഃഖരപാടെ നമ്മൾ സംസാരിക്കും. പിന്നെ കഴിഞ്ഞ ആഴ്ച നടന്നു അതിൻ്റെ അങ്ങാരൊക്കെ. അപ്പം ചെറുപ്പക്കാരെ വെച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഈ ചെറുപ്പക്കാർ നമ്മൾ ഈ സഭയിലുണ്ടാകണം, ഇവരെ സഭയിൽ നിലനിർത്തണം. അപ്പം ഈ സഭയിൽ പരമ്പരാഗതമായ കുറച്ച് പ്രബോധനങ്ങളും സാക്ഷ്യങ്ങളും ഒപ്പമാട ഭരണവും കാര്യങ്ങളും അങ്ങനെയൊക്കെയായിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ പിന്നെ യൂത്തിനെ പ്രയോറിറ്റി മുൻഗണന അടിസ്ഥാനത്തിൽ അവരുടെ താലന്ത്, അവരുടെ സ്കില്ല് അത് സഭയിൽ ഉപയോഗപ്പെടുത്തണം. അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരെക്കുറിച്ച് ഒരു കൺസേൺ സഭയ്ക്ക് വേണം. അതൊരു പാഷൻ കൺസേൺ എന്നല്ല, ഡീ കൺസേൺ. അതിൽ നിന്ന് അത് അവർക്കുണ്ടാകുകയും പിന്നെ വരുമ്പോഴാണ് യൂത്ത് ഓറിയന്റ്. അവർ ന്യൂ ജനറേഷൻ എന്ന് വിളിച്ചും ചെറുത്താന്റെ സന്തതി എന്ന് വിളിച്ചും സാത്താൻ എന്ന് വിളിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാറ്റം ഉൾക്കൊള്ളുകയും അവർക്ക് ആവശ്യമായ അവർക്ക് പെർഫോം ചെയ്യണം. അവർ പ്രാർത്ഥിക്കട്ടെ, അവർ പ്രവർത്തിക്കട്ടെ, അവർ പ്രസംഗിക്കട്ടെ. അവർ ഇവിടെ നിന്ന് ഉറങ്ങുന്നവൻ അങ്ങനെ ന്യൂ ജനറേഷൻ സഭയിൽ പോകുമ്പോഴത്തേന് വർഷിപ്പ് ലീഡർ ആകുന്നു. ഇവിടെ യോഗത്തിന് വന്നിരുന്ന് കൈയടിക്കാത്ത അങ്ങനെ അവിടെ ഫ്രണ്ട് ചെയ്ത് തുള്ളുന്നു. അപ്പം അവരെ യൂസ് ചെയ്യുന്നു, അവരെ ഉപയോഗിക്കുന്നു. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ന്യൂ ജനറേഷൻ സെക്ടറുകളുടെ കൂടെ പോയെന്ന് പറയേണ്ട കാര്യമില്ല. സഭ അവരെ അക്കോമഡേറ്റ് ചെയ്ത് യൂത്ത് ഓറിയന്റഡ് ആകണം. മാത്രമല്ല ചർച്ചിന്റെ ലീഡർഷിപ്പിലേക്ക് യൂത്ത് വരണം. തീർച്ചയായിട്ടും വരണം. നമുക്ക് ആ മിഷന്റെ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മിഷൻ ടു മോഡേൺ മാൻ. നമ്മുടെ ആ മിഷൻ സ്ട്രാറ്റജി മാറിയ ലോകക്രമത്തില് പഴയ രീതികൾ ഇനി നമ്മൾ മീഡിയ എഡ്യൂക്കേഷൻ കാര്യം പറഞ്ഞു.
മീഡിയ ഉപയോഗിക്കുക, ടെക്നോളജി ഉപയോഗിക്കുക, പിന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുക. ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഇതാണല്ലോ ഇത്. അപ്പം അതുകൊണ്ട് പുതിയ ഈ സാമൂഹിക ക്രമത്തിൽ പുതിയ ലോകത്ത് നമ്മുടെ ദൗത്യ തന്ത്രം, മിഷൻ തന്ത്രം നമുക്ക് പൗലോസപ്പോസ്തലൻ തന്നെ എടുക്കാം. പൗലോസപ്പോസ്തലൻ ഗ്രീസിലെത്തിയപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ ചുറ്റി നടന്നപ്പോൾ അവിടെ കുറെ ആരാധന പീഠങ്ങൾ, യാഗപീഠങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിങ്ങനെ ഒക്കെ കണ്ടു. അതിൽ ഒരിടത്ത് എഴുതി വെച്ചിരിക്കുക അറിയപ്പെടാത്ത ദേവന്, അജ്ഞാത ദേവന്. അപ്പോൾ പൗലോസപ്പോസ്തലൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. അത് നിങ്ങളുടെ ഞാനിങ്ങനെ ചുറ്റടുത്തപ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടു, നിങ്ങൾ ജ്ഞാനികളാണ്, നിങ്ങൾ ചിന്തിക്കുന്നവരാണ്. അപ്പൊ അവരെ പോസിറ്റീവായിട്ട് അവര് കള്ളം പറഞ്ഞല്ല, നിങ്ങൾ ദൈവത്തെ പിന്നെ ആരാധിക്കുന്നവര്, എന്നിട്ട് നിങ്ങൾക്കറിയാത്ത ഒരു ദൈവം ഇനി ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കൂടെ, ആ ദൈവത്തിന് വേണ്ടി ഈ ഈ ആൾട്ടർ അല്ലെങ്കിൽ ഈ യാഗപീഠം അത് ആ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് സമർപ്പിച്ചിരിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് ആ ദൈവത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ അവരുടെ ഒരു കവിയെ കൂടെ കോട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇവിടെ. അപ്പൊ സ്ട്രാറ്റജി നമ്മൾ മിഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയാം. പൗലോസപ്പോസ് നല്ല സ്ട്രാറ്റജി, നല്ല കോണ്ടെക്സ്റ്റ്, നല്ല കാര്യം അവിടെ ചെയ്യുന്നത്. ഇൻകൾച്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അപകടമുണ്ട്. അതെനിക്ക് നമ്മൾ എടുക്കാൻ നമ്മൾ അങ്ങോട്ട് ആയിത്തീർന്ന ഞങ്ങൾ നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയുന്ന ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരരുത്. അത് ചിലയിടത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. അതെ, പക്ഷെ നമുക്ക് നല്ലത് എവിടെ നിന്നും എടുക്കാം, നല്ലത് എവിടെ നിന്നും എടുക്കാമല്ലോ, നല്ലത് പലയിടത്തും ഉണ്ട്. അതെടുത്തിട്ട് നമ്മുടെ രീതിയിൽ വചനത്തിൽ അടിസ്ഥിതമായി നിന്നുകൊണ്ട് അതങ്ങ് പ്രസന്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് പരിചിതമായ ഭാഷയില്, അവർക്ക് പരിചിതമായ സാഹിത്യത്തില് പറഞ്ഞ പോലെ അവർക്ക് അവരുടെ കവികളെ അവർക്കറിയാം. ആ കവി നാമങ്ങളുടെ സന്താനമല്ലോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി എതിരിക്കുക കവിതയില്ല. അപ്പൊ അതുപോലെ നമ്മൾ ആധുനിക, അപ്പൊ അങ്ങനെയാണെങ്കിൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ പ്രശ്നിക്കുന്നതിൽ കുറവാണ്. സാധാരണ ഒരു വാക്യം എടുത്ത് പ്രശ്നിക്കും. കൊരിന്ത്യലേഖനത്തിൽ നിന്ന് ഫിലിപ്പിയർക്ക് ദൈവത്തിൻ്റെ വാക്യം വായിക്കും. പക്ഷെ അതിനൊരു കണ്ടംപററി റീഡിങ് നടത്തുന്നില്ല. കാരണം സമകാലീന ലോകവുമായി ഓഡിയൻസുമായിട്ട് ഇതിന്റെ ബന്ധം എന്താ, ഇതിന്റെ ലൈഫ് ആപ്ലിക്കേഷൻ എന്താണ്, അങ്ങനെ പറയത്തില്ല. പിന്നെ ഉദാഹരണത്തിന് പിന്നെ ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ യെസ്, ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കയ്യിൽ ബൈബിളും മറ്റൊരു കയ്യിൽ ന്യൂസ് പേപ്പറും. അത് ന്യൂസ് പേപ്പർ ആയിരുന്നല്ലോ ലോകത്തെ കുറിച്ച് അറിയാനുള്ള ഒരു കയ്യിൽ ബൈബിളും മറ്റൊരു കയ്യിൽ ന്യൂസ് പേപ്പറും ആയിരുന്നു വേണം ഈ പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞാൽ സമകാലികമായ വിഷയങ്ങൾ. എന്നിട്ട് ഞാൻ അതുപോലെ ഒന്ന് പ്രസംഗിച്ച് നോക്കി. ഉദാഹരണത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, കർത്താവ് സമകാലികമായ ഒരു സംഭവം പറയുക. ഷീലോക്കില് ഗോപുരം വീണ 18 പേര് മരിച്ചു. ഒരു വാർത്തയാ, ഇറ്റ്സ് എ ന്യൂസ് ബുള്ളറ്റിൻ. അപ്പൊ ന്യൂസ് ഇങ്ങനെ, നിങ്ങളത് കേട്ടു. നിങ്ങളെക്കാൾ അവർ പാവികളായിരുന്നത് കൊണ്ടല്ല, അല്ലല്ല മനസ്സാന്തരപ്പെടാൻ നിങ്ങൾക്ക്. പിന്നെ ഹേരോദാവ് യഹൂദന്മാരുടെ ബ്ലഡ് യാഗത്തിൽ അവർ ചേർത്തു, അത് നിങ്ങൾ കേട്ടു. അല്ലല്ല മനസ്സാന്തരപ്പെടാൻ സംഭവങ്ങൾ അവിടെ നടക്കുന്ന ആനുകാലിക സംഭവങ്ങൾ, അവിടെ കേട്ട സംഭവങ്ങൾ അത് തന്നെയാണ് നമ്മൾ വേറെ തന്നെ. പട്ടാളക്കാരോട് നിങ്ങൾ ശമ്പളം മാത്രമേ വാങ്ങിക്കാവൂ, പിന്നെ കൈക്കൂലി വാങ്ങിക്കരുത്, അതുപോലെ പിടിച്ചുപറിയെക്കുറിച്ചും ആ സോഷ്യൽ അവിടെ നിന്ന സാമൂഹികമായ തിന്മകളെ കുറിച്ച് അഡ്രസ് ചെയ്തു, ആമോസ് ചെയ്തിരുന്നു. വളരെ ശക്തമായിട്ട് ചെയ്തു. പിന്നെ അതുപോലെ നമ്മൾ വരണം, അതുപോലെ നമ്മൾ ആകണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പഴയ മെത്തഡോളജി വെച്ചുകൊണ്ടിരുന്നാൽ കാര്യമില്ല. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി
അവര് കർത്താവ് പ്രോഫറ്റിക് മിഷനും അത് തന്നെ. കർത്താവ് ഉപമകളിലൂടെയല്ലേ പറഞ്ഞത്. അവർക്കറിയാവുന്ന ഭാഷയിൽ, അവർ അറിയാവുന്ന സാഹചര്യങ്ങൾ, കോണ്ടെക്സ്റ്റലൈസേഷൻ അവരുടെ ഇടയിലുള്ള, അതുകൊണ്ട് ജനകീയമായ പ്രശ്നമായിരുന്നു. യെസ്, അങ്ങനെ പ്രശ്നം. പക്ഷെ ഇപ്പൊ നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാല് നമ്മുടെ പ്രശ്നം പബ്ലിക്കിന് മനസ്സിലാവില്ല. പബ്ലിക്കിന് കല്യാണം, പബ്ലിക് വിടുന്നതാണല്ലോ പ്രധാനമായി കല്യാണ സംസ്കാരവും ഒക്കെ. പബ്ലിക്കിന് പിടികിട്ടതയില്ല അവിടെ ഉപയോഗിക്കുന്ന ടെർമിനോളജികൾ. പിന്നെ പെന്തക്കോസ്ത് ആത്മീയ ലോകത്ത് മാത്രം വ്യവഹാരമണ്ഡലം ഉപയോഗിക്കുന്ന ആശയവിനിമയങ്ങൾ, അതൊന്നും പബ്ലിക്കിന് മനസ്സിലാവില്ല. അപ്പം പബ്ലിക്കിന് ഭാഷ അറിയാത്ത പബ്ലിക്കിന്റെ ഭാഷയും പബ്ലിക്കിന്റെ പ്രശ്നവും ചർച്ച ചെയ്യുന്നെങ്കിൽ അവർ പിടികിട്ടും. ആ രീതിയിലേക്കുള്ള പരിശീലനം ഒരു ട്രെയിനിങ് മാസ്റ്റർമാർക്കില്ല. പിന്നെ വേറെ ഒന്ന്, അത് ഈ പറഞ്ഞ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ അവിടുത്തെ തയ്യക്കട ഇരിക്കുന്ന തുണി തയ്ക്കുന്ന ആളിന് അപ്ഡേഷനുണ്ട്. കാരണം ഭാഷ മാറിക്കൊണ്ടിരിക്കുക. തലമുടി വെട്ടുന്ന ചേട്ടനും അപ്ഡേറ്റ് ചെയ്യും. കാരണം പയ്യന്മാർ ഇന്ന് വെട്ടുന്നതല്ല, നാളെ വെട്ടും. അവൻ പുതിയ പുതിയ ഭാഷയാണ്. തെങ്ങ കയറുന്ന നമ്മളിവിടെ ഇപ്പം ത്ലായ്പെട്ടല്ല തെങ്ങ കയറുന്നത്, വിഷയം വെച്ച അവൻ പോലും അപ്ഡേറ്റഡാ. അപ്പൊ ലോകത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരാള്, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ കൂട്ടർ, ഒരു അപ്ഡേഷനും ഇല്ല. ആ രീതിയിൽ അതുപോലെ നിരന്തരമായി പഠിക്കുന്നവരവരല്ല. ഈ തയ്യക്കാരൻ നിരന്തരമായി പഠിക്കുന്നു, ഡോക്ടർ നിരന്തരമായി പഠിക്കുന്നു, പുതിയ രോഗം, പുതിയ മെഡിസിൻ. വക്കീൽ പുതിയതായി പഠിക്കുന്നു, കാരണം പുതിയ അമെന്റ്മെന്റുകൾ വരുന്നു, പുതിയ പ്രീസിഡൻസ് വരുന്നു, പുതിയ വിധികൾ, കോടതി വിധികൾ വരുന്നു. പുള്ളിക്ക് അത് പഠിച്ചേ പറ്റൂ. തയ്യക്കാരന് പുതിയ സ്റ്റിച്ച്, പുതിയ ഫാഷനും എംബ്രോയിഡറി കാര്യങ്ങളെല്ലാം വരുന്നു. ലോകത്തിൽ എല്ലാവരും അവർ പുതിയത് പഠിക്കുന്നു. റെസ്റ്റോറന്റുകാരനും അങ്ങനെയാണ്. പുതിയ ടേസ്റ്റ്, പുതിയ ആഹാരം, പുതിയ ഭക്ഷണ സാധനങ്ങൾ, പുതിയ ആൾക്കാർ, അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾ വരുന്നു, അവർക്കുള്ള ആഹാരം. എല്ലാവരും ദൈനംദിന പഠനത്തിലാണ്, നിരന്തരമായ പഠനത്തിലും നിരീക്ഷണത്തിലും ഗവേഷണത്തിലുമാണ്, അപ്ഡേഷനാണ്. പക്ഷെ പാസ്റ്റർമാർ ഇപ്പോഴും 65 നോട്ടും 70 ക്ലാസ് മുറിയിലെ നോട്ടുമായിട്ട് തന്നെ ഇന്ന് ഈ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. സോറി, പിന്നെ അതേ സമയത്ത് ഞാൻ ചിലതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചിലയിടത്തൊക്കെ ശ്രമിച്ചപ്പോഴൊക്കെ അതങ്ങ് യേശുന്നില്ലെന്ന് പറയില്ലേ, അതങ്ങ് ഫലിക്കുന്നില്ല. കാരണം അതൊക്കെ ഒരു വാക്യം എടുത്തിട്ട് അതിന്റെ മറുവാക്യം, പിന്നെ വാക്യങ്ങള് ഇങ്ങനെ പറഞ്ഞാലേ ആൾക്ക് തൃപ്തിയുള്ളൂ. പക്ഷെ ഒരു വാക്യം മതി, ഒരു വാക്യത്തിന്റെ ആഴങ്ങളിലേക്ക് ചെന്നിട്ട് അത് നീ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അത് മതി. 100,000 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ട്, അത് നീ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, ഈ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി പെരുക്കി ഒന്ന് ആരാധിപ്പിച്ച് പിന്നെ അതാ ജനത്തിന് ആവശ്യമുള്ളതല്ല കൊടുക്കേണ്ടത്, അല്ല. അവർക്ക് ഇപ്പം ഈ പത്രോസ് പ്രസംഗിച്ചപ്പോഴത്തേന് ഞങ്ങൾ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നല്ല ചോദിക്കുന്നത്. ഇപ്പൊ ഇവരങ്ങനല്ല ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നത്. രക്ഷപ്രാപിക്കാൻ എന്തുകൊണ്ട് നല്ല ഒരുമിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ജനത്തിന് പിന്നെ അവര് ആവശ്യപ്പെടുന്ന മറ്റൊന്നാണ്, അവർക്ക് വേണ്ടതാ കൊടുക്കുന്നത്, ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പ്രസംഗകര് പോലും ആളുകൾ 2 സ്വത്രം പറഞ്ഞില്ലെങ്കിൽ ആളുകൾ ബഹളം ഇളക്കുക എന്ന് പറയുന്ന ഒരു സോക്കോള് പ്രയോഗമുണ്ട്. അപ്പം ഈ തരത്തിലേക്ക് പോയി ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത്, അതിന് മാറ്റം ഉണ്ടാവണം. നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങൾ സ്വീകരിക്കത്തക്ക രീതിയിലേക്ക് നമ്മുടെ സമൂഹം ഭാഗമായിട്ട് വരില്ല, ലീഡർഷിപ്പ് പോലും ഭാഗമായിട്ടില്ല. കാരണം ആ തരത്തിലേക്ക് ലീഡർഷിപ്പ് പോലും ഭാഗമാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പാരമ്പര്യവാദങ്ങളും ഈ ധാരണകളും എല്ലാം പൊളിച്ച്, എന്നും പറഞ്ഞ് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം എല്ലാം പൊളിച്ചു കളയണമെന്നല്ല, നമ്മുടെ അപ്പോസ്തോലിക തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പരിഷ്കരണം വേണ്ടിടങ്ങളിൽ പരിഷ്കരണം കൊണ്ടുവന്നേ പറ്റും. അത് ആ കാര്യങ്ങൾ ചെയ്യണം, അത് ആവശ്യമാണ്. ആളിനകത്ത് നിൽക്കുന്നതിനപ്പുറത്തായി സമൂഹമായും രാഷ്ട്രത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പൗരത്വപരമായ കടമയുണ്ട്, രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. ഇപ്പൊ ഈ പ്രളയത്തിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. നമ്മൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് ഒരു നേതാക്കന്മാരുടെയും നിർദ്ദേശം കിട്ടാതെ ചാടി പുറപ്പെടുകയായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. PYP-ക്കാര്, YP-ക്കാര്, CA-ക്കാര്, എല്ലാ YPC-ക്കാര്, എല്ലാ യൂത്ത് പെന്തക്കോസ്ത് ചെറുപ്പക്കാരും വോട്ടെടുത്ത് ചാരിറ്റി പ്രവർത്തി ലക്ഷക്കണക്കിന് രൂപയുടെ അത് ഒരു നേതാക്കന്മാരും അവരോട് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അപ്പം നല്ലവരാണ് ഇവരെല്ലാം നന്മയുള്ളവരാണ്, സമർപ്പണമുള്ളവരാണ്, സാമൂഹിക കാഴ്ചപ്പാടുള്ളവരാണ്. ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതില്ല. ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, അവർക്ക് സ്പേസ് ഇല്ല, അവരെ ഉപയോഗിക്കുന്നില്ല.
അവരെ സ്നേഹിക്കുന്നില്ല, അവരെ അക്കോമഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണെന്നുള്ളത് ഈ വെള്ളപ്പൊക്കത്തിന്റെ ഏരിയയാണ്. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഡെഡിക്കേഷൻ, സമർപ്പണം കണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് റെക്കൺസിലേഷൻ അതാണല്ലോ. ലോകത്തോട് നമുക്കൊരു നിരപ്പുണ്ട്, അതിനാ യേശു വന്നത്. സമൂഹത്തോട് നമുക്ക് നിരപ്പുണ്ട്. ഈ രാഷ്ട്രത്തിലെ ആളുകൾ എന്ന നിലയിൽ രാജ്യത്തോട് ഒരു പൗരത്വപരമായ കടമയുണ്ട്. റെക്കൺസിലിയേഷൻ, റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ്. നമ്മൾ തമ്മിൽ, ചർച്ചക്കൂടുകാർ തമ്മിൽ, ഐപിസിക്കാർ തമ്മിൽ, ഈ നമ്മുടെ കോൺഫറൻസ് നമ്മൾ തമ്മിൽ കൂടുക, നമ്മുടെ ഡിനോമിനേഷൻ ഇങ്ങനെ കൂടുന്നതിനപ്പുറത്തായി റെക്കൺസിലിയേഷൻ വേറൊരു മാനമാണ്, റിലേഷൻഷിപ്പിന് മറ്റൊരു മാനമാണ്, റെസ്റ്റോറേഷൻ ഭയങ്കരമാണ്. സകലവും ദൈവം റീസ്റ്റോർ ചെയ്യുക. കുരിശിൽ നടന്നവനാണ്. അവൻ ലോകത്തെയും ഭൂമിയെയും സ്വർഗത്തെയും ഒന്നാക്കി ചേർത്ത ആ കിങ്ഡം ഓഫ് ഗോഡിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ സഭയുടെ ഇന്നത്തെ കാഴ്ചപ്പാട് മാറി സഭ തന്റെ സാമൂഹിക കാഴ്ചപ്പാട് അയച്ചു പണിയണം. അതോടെ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ തീസിസിൽ ഞങ്ങൾ ഇങ്ങനെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുടുംബങ്ങളിലേക്ക് അത് ചുരുങ്ങുന്നതല്ല, അപ്പന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങൾ അപ്പന്മാരിലേക്കും തിരിക്കുന്ന ഒരനുഭവം. അപ്പൊ റെസ്റ്റോറേഷൻ, റെക്കൺസിലിയേഷൻ, റെസ്റ്റോറേഷൻ. പക്ഷെ അത് വാസ്തവത്തില് അതിനപ്പുറത്തേക്ക് പോയിട്ട് അപ്പന്മാരെന്ന് പറഞ്ഞാൽ സമൂഹം, വലിയ സമൂഹം, മക്കളെന്ന് പറഞ്ഞാൽ യങ് ജനറേഷൻ. അപ്പോ ഈ യങ് ജനറേഷന് പിന്നെ എൽഡർലി ജനറേഷനുമായിട്ട് റെക്കൺസിലിയേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി അപ്പൊ നമുക്ക് ആ ഒരു സന്തുലിതാവസ്ഥയെന്നോ പറയുന്നത് ഒരു തമ്മിലുള്ള. അപ്പൊ ഇവിടെ പ്രായമുള്ളവര് ഈ ചെറുപ്പക്കാരെ അംഗീകരിക്കണം, അവർക്ക് അക്സെപ്റ്റൻസ് കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് സ്പേസ് കൊടുക്കണം, അവർക്ക് മുൻഗണന കൊടുക്കണം. കാരണം നമ്മളുടെ കാലഘട്ടം നമ്മൾ തീരുന്നു. നമ്മളുടെ അറിവും നമ്മുടെ അനുഭവങ്ങളും അവർക്ക് ഇമ്പാർട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് മുമ്പോട്ട് വന്നിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന, അങ്ങനെ വരുമ്പോൾ ലീഡർഷിപ്പ് മാറും. ലീഡർഷിപ്പിലെ യുവരക്തങ്ങള്, യുവ ചൈതന്യമുള്ളവര് പിന്നെ വരും. പിന്നെ അങ്ങനെ നമ്മൾ എൽഡേഴ്സിനെ അവഗണിക്കുകയല്ല, പക്ഷെ എൽഡേഴ്സ് മറ്റുള്ളവർക്ക്, ചെറുപ്പക്കാർക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് റെക്കൺസിലിയേഷൻ അവിടെയാ വരുന്നേ, റെസ്റ്റോറേഷൻ അവിടെയാ വരുന്നത്. അപ്പന്മാരുടെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ അപ്പനെയും മക്കളുടെ കാര്യം മാത്രമല്ല, സമൂഹത്തിലെ എൽഡേഴ്സും ഈ യങ് ജനറേഷനും തമ്മിലുള്ള ഗ്യാപ്പ്, വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അത് കുറച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത്. ഡോക്ടർ മാർസലിൻ.J.Morais അച്ഛൻ തന്റെ ദർശനങ്ങൾ, സാമൂഹിക കാഴ്ചപ്പാടുകൾ, ദൗത്യ ദർശനങ്ങൾ ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ കത്തോലിക്ക സഭയുടെ സന്യാസ സമൂഹത്തിന്റെ ഭാഗമായി പുരോഹിതനായി ഇരിക്കവേ രക്ഷാനിർണയം പ്രാപിച്ച് അപ്പോസ്തോലിക പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുകയും സുവിശേഷ വ്യാപൃതനായി അമേരിക്കയിലേക്ക് അദ്ദേഹം എത്തി. ഫ്ലോറിഡയിലും ടെന്നസിയിൽ അദ്ദേഹത്തിന് ഡോക്ടറൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. കൗൺസിലിംഗിൽ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ഡാളസിൽ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ലിസ ആന്റിയോടൊപ്പം ഇവിടെ ഡാളസിൽ താമസിച്ചുകൊണ്ട് കൗൺസിലിംഗിൽ വ്യാപൃതനായിരിക്കുന്നു. മറ്റ് സുവിശേഷ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഫാമിലി കൗൺസിലിംഗ്, ചെറുപ്പക്കാർക്ക് ആവശ്യമായ കൗൺസിലിംഗ്, പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, ഇതിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഡിവൈൻ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹമായിട്ട് നടത്തിയ ഈ കൂടിക്കാഴ്ച, വിവിധ തരത്തിലുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനമായി തീരും എന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ തലമുറയെ കൂടുതലായി ദൈവത്തോട് നിരപ്പിക്കാൻ, അനേക കുടുംബങ്ങളെ ദൈവത്തോട് നിരപ്പിക്കാൻ ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദർശനങ്ങൾ പങ്കുവച്ച ഡോക്ടർ മാർസലിൻ.J.Morais അച്ഛന് നന്ദി അറിയിക്കുന്നു. Thank you so much. God bless you. Amen TV നെറ്റ്വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്
Amen TV Network, Trivandrum Kerala.